അപ്പോ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു തുടങ്ങി. 2025-ലെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ്സൊക്കെ വന്നിരിക്കുവാണ്. അപ്പോ ആ കാത്തിരിപ്പൊക്കെ കഴിഞ്ഞു. ഇനി വരുന്ന കുറച്ചു നേരം കൊണ്ട് നമുക്കിതിന്റെ പ്രധാനപ്പെട്ട തീയതികളും കുറച്ചു കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കിയാലോ? അതെ, ഈ ചോദ്യം തൃശ്ശൂരിലെ ഓരോരുത്തരോടുമാണ്. നമ്മുടെ നാട് അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ വലിയ ദിവസത്തിന് നിങ്ങൾ റെഡിയാണോ? അപ്പോ ആ കാത്തിരിപ്പൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ നാടെങ്ങും ചർച്ചകളും സംവാദങ്ങളുമൊക്കെയായിട്ട് അങ്ങോട്ട് സജീവമാവും. അപ്പോ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ആ നിർണായക ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 2 തീയതികൾ കൃത്യമായിട്ട് ഓർത്തുവെച്ചോളൂ. 2025 ഡിസംബർ 11 ഒരു വ്യാഴാഴ്ച. അതാണ് വോട്ടെടുപ്പ് ദിവസം. പിന്നെ അധികം കാത്തിരിക്കേണ്ട. കൃത്യം 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 13 ശനിയാഴ്ച ഫലവും അറിയാം. ഈ കാണുന്ന നമ്പർ ശരിക്കും ഈ ഇലക്ഷൻ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നോർത്തു നോക്കൂ, തൃശൂർ ജില്ലയിൽ മാത്രം 27,54,278 വോട്ടർമാർ. അത്രയും പേരാണ് അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതുതന്നെയാണല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ശക്തി. പക്ഷേ ഈ കണക്കുകൾക്കും അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഇലക്ഷനുകൾക്ക് എപ്പോഴും വേറൊരു പ്രത്യേകതയുണ്ടല്ലേ? അതൊരിക്കലും വെറുമൊരു വോട്ടെടുപ്പ് മാത്രമല്ല, അതൊരു ഉത്സവം പോലെയാണ്. നാടും നഗരവുമെല്ലാം രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് ഉണരുന്നൊരു സമയം. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ഇലക്ഷനുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം കിട്ടുന്നത്? ഇത് വെറുമൊരു ലോക്കൽ കാര്യം മാത്രമല്ല കേട്ടോ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ആ കാരണങ്ങൾ. ഒന്നാമത്തേത് ജനങ്ങളുടെ ഒരു വമ്പൻ പങ്കാളിത്തമാണ്. പോളിംഗ് ബൂത്തുകളിലെ ആ നീണ്ട ക്യൂ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകുമല്ലോ. രണ്ടാമത്തേത് നമ്മുടെ ഉയർന്ന പൗരബോധം. അതായത് ഓരോ വോട്ടർക്കും തന്റെ അവകാശത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചുമൊക്കെ നല്ല ധാരണയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മുടെ സമൂഹത്തിൽ അത്ര ആഴത്തിൽ വേരൂന്നിയ ജനാധിപത്യ മൂല്യങ്ങൾ. ശരിക്കും പറഞ്ഞാല് ഈ 3 കാര്യങ്ങളും ഒന്നിക്കുമ്പോഴാണ് കേരളത്തിലെ ഇലക്ഷൻ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറുന്നത്. അപ്പോ ഈ ഇലക്ഷൻ സമയത്ത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചൂടുപിടിച്ചു വരുമ്പോ ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? വിഷമിക്കേണ്ട, എല്ലാ വാർത്തകളും അപ്ഡേറ്റുകളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും. നിങ്ങളിപ്പോ ലോകത്ത് എവിടെയാണെങ്കിലും പ്രശ്നമില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/Thrissur. ഈ അഡ്രസ്സ് ഒന്നോർത്ത് വെച്ചേക്കോ, എന്തായാലും ഉപകാരപ്പെടും. അപ്പോ ഡേറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. തൃശ്ശൂരിന്റെ ഭാവി തീരുമാനിക്കുന്ന ഈ ജനാധിപത്യ ഉത്സവത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ റോള്? ചുമ്മാ പോയൊരു വോട്ട് ചെയ്യുക എന്നതിനപ്പുറം കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്ത്